ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 2024 ജനുവരിയിൽ വാങ്ങാൻ പറ്റിയ ഒരു 3 കിഡിലൻ ലോ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. ടോപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ലോ ബഡ്ജറ്റ് വേരിയൻറ്റിൽ വരുന്ന നല്ലൊരു ഫോണാണ് മോട്ടോറോളയുടെ മോട്ടോ G34 5G. ഇത് ഇന്ത്യയിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റും ഉണ്ട്. അത് ഈ ഒരു റേഞ്ചിൽ വരുന്ന ഫോണുകൾക്ക് ഈ ഒരു സപ്പോർട്ടീവായിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ് അതിലുള്ളത്. സ്നാപ്ഡ്രാഗൺ 695 പ്രോസസ്സർ, അതുപോലെ 128 GB സ്റ്റോറേജ് ഉണ്ട്. അത് 1 TB വരെ എക്സ്പാൻഡബിൾ ആണ്. 8 GB റാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയിൽ 50 മെഗാ പിക്സലിൻ്റെ നല്ലൊരു പ്രൈമറി ക്യാമറയും പിന്നെ 2 മെഗാ പിക്സൽ, അങ്ങനെ 2 ക്യാമറകളാണ് റിയർ ക്യാമറയിൽ വരുന്നത്. സെൽഫി ക്യാമറ 16 മെഗാ പിക്സലുണ്ട് സെൽഫി ക്യാമറയിലും. അതും നല്ലൊരു അഡ്വാൻറ്റേജാണ് ഈ ഒരു റേഞ്ചിലെ ഫോണിൽ. 5000 mAh ബാറ്ററി ബാക്കപ്പ്, ഡ്യുവൽ സിം നാനോ, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, ഇതെല്ലാം ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില ഭാഗം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 11,000 രൂപ റേഞ്ചിലാണ് ഇത് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഉള്ളത്. പല ഓഫറുകൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ബാങ്ക് ഓഫറുകൾക്കൊക്കെ ശേഷം ഇതിലും താഴെയും ഏതാണ്ട് ഒരു 10,000 രൂപ റേഞ്ചിൽ ഈ ഫോൺ ചില ഓൺലൈൻ സൈറ്റുകളിലും സ്റ്റോറുകളിലൊക്കെ ലഭ്യമാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന മറ്റൊരു നല്ല ഫോണാണ് റെഡ്മി 13C. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 6100+ പ്രോസസ്സർ. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.74 ഇഞ്ച് ഡിസ്പ്ലേ, 90 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, അതും വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ ആണ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെയും പിന്നെ ഒരു 0.08 മെഗാ പിക്സൽ, അങ്ങനെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെയും റിയർ ക്യാമറയിൽ വരുന്നത്. സെൽഫി ക്യാമറ 5 മെഗാ പിക്സലാണ്. ബാറ്ററി ഭാഗം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 128 GB സ്റ്റോറേജും, അത് 1 TB വരെ എക്സ്പാൻഡബിൾ ആണ്. 4 GB റാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലും ഡ്യുവൽ സിം നാനോ, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, ഇതെല്ലാം ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില ഭാഗം നോക്കുകയാണെങ്കിൽ ഇതും ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു 10,000 രൂപ റേഞ്ചിൽ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ലഭ്യമാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന മറ്റൊരു കിഡിലൻ ഫോണാണ് പോക്കോ M6. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സർ, 4 GB റാം, 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അത് 1 TB വരെ എക്സ്പാൻഡബിൾ ആണ്. 6.79 ഇഞ്ച് ഡിസ്പ്ലേ, 90 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, പിന്നെ ഒരു 2 മെഗാ പിക്സൽ, അങ്ങനെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. സെൽഫി ക്യാമറ 8 മെഗാ പിക്സലാണ് വരുന്നത്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, ഡ്യുവൽ സിം നാനോ, ഇതെല്ലാം പോക്കോ M6ൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോ M6 പ്രോയും ഏതാണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഓൺലൈൻ സൈറ്റുകളിലും മറ്റ് സ്റ്റോറുകളിലുമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 ഫോണുകളും ഒരു ലോ ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് ഒരു 10,000 രൂപയിൽ വാങ്ങാൻ നോക്കുന്ന നല്ല ഫോണുകളിൽ സെലക്റ്റീവായിട്ടുള്ളൊരു 3 ഫോണുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.